നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികളെയും ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജിസ് ഗലീമേ മേം രഹ്താ ഹൂം എന്ന മിർസ ഗാലിബിൻ്റെ ഡയറിയുടെ 1-2 ഭാഗമാണ് പഠിച്ചത്. തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ കേണൽ കവിത കാരണം 50ഓളം ആളുകളെ ജീവൻ രക്ഷിച്ചു എന്നുള്ള ഭാഗമാണ് എടുത്തത്. മിർസ ഗാലിബ് കവിയായത് കാരണം അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു എന്നാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത്. തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. ഹം ഗലി വാലോം നെ എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഹം गली वालों ने तो किसी तरह अपने प्राण बचा लिए, मगर मैं उन हज़ारों अबागे दिल्ली वालों के बारे में क्या कहूँ जो हवालात और कैदखाने में बंद कर दिए गए थे. जेल शहर से बाहर थी और हवालात दिल्ली के भीतर. इन दोनों ही जगहों में बेशुमार बेगुनाहों को ठूस ठूस कर भर दिए गया था. इस कदर भर दिया गया कि लिखता था आदमी के भीतर आदमी समाया जा रहा हो. सांस लेने में भी दिक्कत हो रही थी. इन दोनों ही कैदखानों के बंदियों को बाद में फांसी दे दी गई. नहीं मालूम कितने लाख लोगों मार डाले गए. ഈ ഭാഗത്തുള്ള പ്രയാസമുള്ള വാക്കുകളൊന്ന് നോക്കാം. ഹവാലാത്ത് എന്ന് പറഞ്ഞാൽ തടവ്, കസ്റ്റഡി എന്നാണ് അർത്ഥം. ഖൈദഖാന ജയിൽ എന്നാണ് അർത്ഥം. ബേഷുമാർ അസംഖ്യം. ബേഗുനാഹ് നിരപരാധിയായ. ടൂസ്ന തിക്കി നിറക്കുക. ഖദർ എന്ന് പറഞ്ഞാൽ അളവ്. സമാന എന്ന് പറഞ്ഞാൽ സമയ എന്ന് പറയുന്നുണ്ട്. സമാന എന്ന് പറഞ്ഞാൽ നിറയുക എന്നാണ്. ഫാസി ദേനാർന തൂക്കിക്കൊല്ലുക എന്നാണ്. ഇനി ടെക്സ്റ്റ് നോക്കാം. ഹം ഗലിവാലോം നെ തോ കിസി തര അപ്നെ പ്രാൺ ബജ് ദിയെ. ഞങ്ങൾ തെരുവുവാസികൾ എങ്ങനെയൊക്കെയോ സ്വന്തം ജീവൻ രക്ഷിച്ചു. മഗർ പക്ഷേ മേം ഉൻ ഹസാരോം അബാഗെ ദില്ലി വാലോം കെ ബാരെ മേ ക്യാ കഹൂം. പക്ഷേ ആ ആയിരക്കണക്കിന് നിർഭാഗ്യവാന്മാരായ ദില്ലിക്കാരെ കുറിച്ച് ഞാൻ എന്ത് പറയും. അബാഗെ എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവാന്മാർ എന്നാണ് അർത്ഥം. ജോ ഹവാലാത്ത് ഓർ ഖൈദഖാനെ മേം ബന്ദ് കർ ദിയേ ഗേ. കുറേ ആളുകളെ കസ്റ്റഡിയിൽ, അതുപോലെ കുറേ ആളുകളെ ജയിലിലും എന്ത് ചെയ്യും, ബന്ദ് കർ ദിയേ അടച്ചിട്ടു. ജയിൽ ഷഹർ സെ ബാഹർ ദി. ജയിൽ പട്ടണത്തിൻ്റെ പുറത്തായിരുന്നെങ്കിൽ ഹവാലാത്ത് ദില്ലിക്ക് ഭീത്തർ. കസ്റ്റഡി ദില്ലിയുടെ ഉള്ളിലായിരുന്നു. ഇൻ ദോനോ ഹി ജഗഹോമേം. ഈ 2 സ്ഥലങ്ങളിലായിട്ട് ബേഷുമാർ ബേഗുനാഹോം നിരപരാധികളായ, അതുപോലെ അസംഖ്യം ആളുകളെ എന്ത് ചെയ്തു. ടൂസ് ടൂസ് ബർ ദിയേ ഗയാ ഹെ. കുത്തി നിറച്ചു എന്നാണ് പറഞ്ഞത്. ഈ 2 സ്ഥലങ്ങളിലും നിരപരാധികളെ കുത്തി നിറച്ചിരുന്നു. ഇസ് കദർ ബർ ദിയാ ഗയാ ഹെ. ഇങ്ങനെ ഈ കുത്തി നിറച്ച ആളുകളെ ഇസ് കദർ ബർ ദിയാ ഗയാ കി ലഗ്താ ഹെ. ഈ കുത്തി നിറച്ച ആളുകളെ കണ്ടാൽ നമുക്ക് തോന്നും, എന്താ തോന്നുന്നത്, ആത്മീക്കെ ഭീത്തർ ആത്മീ സമായ ജാ രഹാ ഹെ. ആളുകളുടെ മേലെ ആളുകളെ നിറച്ചതായിരുന്നു, കുത്തി അട്ടിക്കിട്ട പോലെയായിരുന്നു എന്നാണ് പറഞ്ഞത്. സാസ് ലേനെ മേ ബി ദിക്കത്ത് ഹോ രഹി ഹെ. ശ്വാസമെടുക്കാൻ പോലും പ്രയാസമായിരുന്നു. ഇൻ ദോനോ
ही ഖൈദഖാനോ और बंदियों को बाद അങ്ങനെ ഈ കസ്റ്റഡിയിലും അതുപോലെ ഈ ജയിലിലുമുള്ള ആളുകളെ ബന്ധസ്ഥരാക്കിയതിൻ്റെ ശേഷം അവരെന്ത് ചെയ്യും? ഫാസി ദേ ദി ഗയി ഹെ, തൂക്കിക്കൊല്ലാറാണ് ചെയ്തിരുന്നത്, തൂക്കിക്കൊന്നിരുന്നു. നെഹി മാലൂം, അറിയില്ലായിരുന്നു. കിത്തനെ ലാഖ് ലോക്ക്, എത്ര ലക്ഷക്കണക്കിന് ആളുകളെയാണ് അന്ന് അവർ കൊല്ലപ്പെട്ടത് എന്ന് അറിയില്ല. മാ ഡാൽ ഗയെ, ഈ രണ്ട് തടവറയിലെയും തടവുകാരെ പിന്നീട് തൂക്കിലേറ്റി. അറിയില്ല എത്ര ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടെന്ന് അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അടുത്ത പാരഗ്രാഫ് നോക്കാം. दिल्ली में अब कुछ ही हज़ार लोग बचे होंगे, बाकी सब अंग्रेज़ों के गुस्से में शिकार हो गया. बचे सिर्फ वे जो दिल्ली से भागे, वे लोग खुशकिस्मत थे, वरना उन्हें भी फांसी दे दी जाती. दिल्ली में रहना ही उन दिनों में मानो अपराध हो गया है. ഇതിൽ പ്രയാസമുള്ള വാക്ക് ഖുഷ് കിസ്മത്ത് മാത്രമേ ഉള്ളൂ, ഒരു പരിചയമില്ലാത്ത വാക്ക്. സൗഭാഗ്യമുള്ള, ഭാഗ്യമുള്ള എന്നാണ്. ദില്ലി മേ അബ് കുച്ച് ഹി ഹസാർ ലോഗ് ബജെ ഹോങ്കെ, ദില്ലിയിൽ കുറച്ച് ആയിരക്കണക്കിന് മാത്രമേ ബാക്കി ഉണ്ടാകുകയുള്ളൂ. ബാക്കി സബ്, ബാക്കി എല്ലാവരും അംഗ്രേസോ കെ ഗുസ്സേ കാ ശിക്കാർ ഹോ ഗയ, ഇംഗ്ലീഷുകാരുടെ ദേശത്തിന് ഇരയായി. ബജെ സിർഫ് വേ, രക്ഷപ്പെട്ടവർ മാത്രം ആരാണോ, ജോ ദില്ലി സെ ഭാഗ് ഗയേ ഹെ, അവർ ദില്ലിയിൽ നിന്നും ഓടിപ്പോയവരായിരുന്നു. വർണ്ണ, ഇനി അല്ലായിരുന്നെങ്കിലോ, ഉനേം ബി ഫാസി ദേ ദി ജാത്തി ഹെ, അവരെയും തൂക്കിലേറ്റുമായിരുന്നു. ദില്ലി മേ രഹന ഹി ഉൻ ദിനോ മാനോ അപരാധ് ഹോ ഗയാ ഹെ, ദില്ലിയിൽ താമസിക്കുക എന്നത് തന്നെ അക്കാലത്ത് അപരാധമായിരുന്നു എന്നാണ് പറഞ്ഞത്. അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കുക. മേരി പഹ്ചാൻ കാ ബിസ്തീദ, മേരി പഹ്ചാൻ കാ ബിസ്തീദ ചിരാഗ് അലി, बेहद सीधा आदमी, रोज़ सुबह शाम नहर का पानी अपनी मश्क में भरता और हल्ला के गुण गाता हुआ सड़कों को सींचा करता. गाने के लिए जो भी रूखी सूखी मिल जाती उसी को गले के नीचे उतार अपने में मग्न रहता. एक रोज़ दिल्ली के बड़े हाकिम हेडसन साहब सब सड़क से हेडसन साहब जब सड़क से अपने घोड़े पर सवार होकर निकल रहे थे, चिराग अली सड़क सींच रहा था. उसने हेडसन साहब को सलाम नहीं किया, ईश्वर के गुण गाता रहा. हेडसन साहब को गुस्सा आया, उन्होंने अपनी तलवार से अबाग चिराग अली का पेट चीर डाला और उसकी लाश दिल्ली दरवाजे पर टांग दी. इन्हीं हेडसन साहब ने बादशाह बहादुर शाह जफर के दोनों बेटों शहजादा फजल और मिर्ज़ा अबूबकर का भी खून कर उनके सिर दिल्ली दरवाजे पर लटका दिए थे. हेडसन को हिंदुस्तानियों का खून करने में बड़ा मज़ा आता था. ഈ പാരഗ്രാഫിലെ പ്രയാസമുള്ള വാക്കുകൾ നോക്കാം. ബിസ്തി എന്ന് പറഞ്ഞാൽ വെള്ളം ചുമക്കുന്നവൻ എന്നാണ്. നഹർ എന്ന് പറഞ്ഞാൽ തോട്. മഷ്ക് എന്ന് പറഞ്ഞാൽ വെള്ളമെടുക്കാൻ ഉപയോഗിക്കുന്ന തുകൽ സഞ്ചി. ബേഹദ് പറഞ്ഞാൽ അത്യധികം, അതിരിറ്റ എന്നൊക്കെയാണ്. അപ്പോൾ പാരഗ്രാഫ് ശ്രദ്ധിക്കുക. മേരി പഹച്ചാൻ കാ ബിസ്തീദ, എൻ്റെ പരിചയക്കാരനായ ഒരു വെള്ളം ചുമക്കുന്ന ആളുണ്ടായിരുന്നു. ചിരാഗ് അലി, അദ്ദേഹത്തിൻ്റെ പേരാണ് ചിരാഗ് അലി. ബേഹദ് സീത ആത്മീയ, അങ്ങേയറ്റം സാധുവായ നല്ല ഒരു മനുഷ്യനായിരുന്നു. റോസ് സുബഹ ഷാം നഹർ കാ പാനി അപ്നി മഷ്ക് മേ ഭർത്ത, എന്നും രാവിലെയും വൈകുന്നേരം തോട്ടിലെ വെള്ളം തൻ്റെ
തൂകൽ പാത്രത്തിൽ നിറച്ച് अल्लाह के गुण गाता हुआ सड़कों को सींचा करता है. അള്ളാഹുവിൻ്റെ ഗുണഗാനം പാടിക്കൊണ്ട് റോഡുകൾ നനക്കുമായിരുന്നു. സിഞ്ചന എന്ന് പറഞ്ഞാൽ നനക്കുക, സടക്ക് എന്ന് പറഞ്ഞാൽ റോഡ്. गाने के लिए जो भी रूखी सूखी मिल जाती उसी को गले के नीचे उतार अपने में मग्न रहता. അദ്ദേഹം കഴിക്കാനായി കിട്ടുന്ന ഉണങ്ങിയ വരണ്ട എന്ത് കിട്ടിയാലും അത് കഴിച്ച് തന്നിൽ മുഴുകിയിരിക്കുമായിരുന്നു. മഗ്ന എന്ന് പറഞ്ഞാൽ മുഴുകുക എന്നാണ്. एक रोज़ दिल्ली के बड़े हाकिम एडिसन साहब जब सड़क से अपने घोड़े पर सवार होकर निकल रहे थे. ഒരു ദിവസം ദില്ലിയിലെ വലിയ ഓഫീസറായ ഹഡ്സൺ റോഡിലൂടെ തൻ്റെ കുതിരപ്പുറത്ത് സവാരി ചെയ്തുകൊണ്ടിരിക്കെ ചിരാഗ് അലി സടക്ക് സീഞ്ച് രഹാദ, ചിരാഗ് അലി റോഡ് നനക്കുകയായിരുന്നു. ഉസ്നെ എഡിസൺ സാബ് കോ സലാം നഹീ കിയ, അദ്ദേഹം എഡിസൺ സാബിനെ എന്ത് ചെയ്തില്ല, അഭിവാദ്യം ചെയ്തില്ല. എഡിസൺ സാബ് കോ ജോ ഗുസ്സ ആയ, അങ്ങനെ എഡിസൺ സാബിന് ദേഷ്യം വന്നു. ഉन्होंने अपने तलवार से अबाग चिराग अली का पेट चीर डाला, അദ്ദേഹം തൻ്റെ വാളുകൊണ്ട് നിർഭാഗ്യവാനായ ചിരാഗ് അലിയുടെ വയറ് മുറിച്ചു. ഉൻകി ലാഷ്, അതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ശവശരീരം ദില്ലി ദർവാസെ പർ ടാങ് ദി, ദില്ലിയിലെ വാതിലിൽ തൂക്കിയിട്ടു. ഇനി എഡിസൺ സാഹിബിനെ बादशाह बहादुर शाह जफर के दोनों बेटों शहजादा फजल और मिर्ज़ा अबूबर का भी खून कर उनके सिर दिल्ली दरवाजे पर लटका दिया है. ഈ എഡിസൺ സാഹിബ് തന്നെ ബാദ്ഷാ ബഹദൂർ ഷാ ജഫറിൻ്റെ രണ്ട് മക്കളായ ഷഹസാദ ഫസലിൻ്റെയും മിർസ അബൂബക്കറിൻ്റെയും അവരെ കൊന്നതിൻ്റെ ശേഷം ഉൻകെ സിർ, അവരുടെ തല എന്ത് ചെയ്തു, ദില്ലി ദർവാസെ പർ ലഡ്ക ദിയാ ഹൈ, ദില്ലി വാതിൽ തൂക്കിയിട്ടു. എഡിസൺ കോ ഹിന്ദുസ്ഥാനിയോ കാ ഖൂൻ കർനെ മേ ബഡാ മസാ ആത്താ ഹൈ, എഡിസന് ഹിന്ദുസ്ഥാൻ, ഇന്ത്യക്കാരുടെ കൊല്ലുന്നതിൽ വലിയ ആനന്ദമായിരുന്നു. ഇത്രയും ഭാഗമാണ് ഇന്ന് എടുക്കുന്നത്. കുട്ടികൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിലെ ഈ എഡിസൺ സാഹിബുമായി ബന്ധപ്പെട്ട ഈ ഘടനയെ ആസ്പദമാക്കിക്കൊണ്ട് ടെക്സ്റ്റിൻ്റെ അവസാനത്തിൽ ഒരു ചോദ്യമുണ്ട്. एडिसन साहब ने अबाग चिराग अली को मार दिया है, इस पर एक समाचार तैयार करे. എഡിസൺ സാഹിബ് നിർഭാഗ്യവാനായ ചിരാഗ് അലിയെ കൊന്നു, ഇതിനെ പറ്റിയിട്ട് ഒരു സമാചാർ, ഒരു വാർത്ത തയ്യാറാക്കാൻ, സമാചാർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. റിപ്പോർട്ട് വസ്തുനിഷ്ഠമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. പിന്നെ റിപ്പോർട്ടിൽ എന്താണ് അതിൽ നടന്നത് എന്നുള്ളത് വേണം. കോൻ ആരാണ് എന്ന് വേണം. കബ് എപ്പോഴാണ് നടന്നത്, കൈസെ എങ്ങനെയാണ്, കഹാം എവിടെയാണ്, ആദ്യ പ്രശ്നങ്ങൾക്ക് ഉത്തർ ദേനെ ലായക എന്നീ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ആ എഴുതുന്ന റിപ്പോർട്ടിൽ നിർബന്ധമായി ഉണ്ടായിരിക്കണം. റിപ്പോർട്ട് में लेखक का अपना दृष्टिकोण प्रकट हो, റിപ്പോർട്ട് എഴുതുന്ന ആളുടെ ഒരു ദൃഷ്ടികോൺ, കാഴ്ചപ്പാട് അതിൽ പ്രകടമാവണം. ശീർഷക ആകർഷകോ, നമ്മൾ ഹെഡിങ് ഒക്കെ കൊടുക്കുമ്പോൾ അതൊരു ആകർഷകമായ ഹെഡിങ് ആയിരിക്കണം. പത്രത്തിൽ പല വാർത്തകളൊക്കെ വരുമ്പോൾ ഹെഡിങ് നോക്കിയിട്ട് നമ്മൾ വാർത്ത വായിക്കുന്നത് ആകർഷകമായ ഹെഡിങ് ആയിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.